نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, നമ്മളുടെ ജീവിതത്തിലെ റോൾ മോഡൽ ആരായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിശ്വാസിക്ക് ഒരു സംശയവും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ പിൻപറ്റാവുന്ന, നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്ന മാതൃകയുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൽ തന്നെയാണ്. നല്ല മാതൃകയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിടത്തൊക്കെ മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഉസ്വത്തുൻ ഹസനത്തുൻ, നല്ല മാതൃകയുള്ളത് രണ്ട് പ്രവാചകന്മാരിലാണ്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക, മറ്റൊന്ന് നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഇത് രണ്ടും ഒരേ മാർഗവും ഒരേ ചര്യയും തന്നെയാണ് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗവും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ ഒരു മാതൃകയുണ്ട്. എന്നിട്ട് അത് ആർക്കാണ് എന്ന് വിശദീകരിക്കുകയാണ്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, അള്ളാഹുവിനെ ആരാണോ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ പരലോകത്തെ ആരാണോ പ്രതീക്ഷിക്കുന്നത്, ഇവർക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ മാതൃകയുള്ളത് എന്നാണ്. വിശ്വാസികൾക്കാണ്, നമുക്ക് ഓരോരുത്തർക്കുമാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുള്ളത്. വീണ്ടും പറയുന്നു, വദക്കറല്ലാഹ കതീറ, അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതലായി ഓർക്കുന്ന ആളുകൾ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും ഹലാലിൽ നിന്നും ഹറാമിലേക്ക് വഴുതിപ്പോകാതിരിക്കാനുള്ള ബദ്ധ ശ്രദ്ധയെ സംബന്ധിച്ചാണ് പറയുന്നത്. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ യാന്ത്രികമായി ദിക്ർ ചൊല്ലുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ചൊല്ലാം, പക്ഷേ അതിനേക്കാൾ പരമമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഹറാമിൽ എൻ്റെ ജീവിതം അത് ഒരിക്കലും വഴുതിപ്പോകരുതേ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടെ ജീവിതത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ ഓർക്കുന്നവരായിത്തീരുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കുകയും പടച്ചവനെ പ്രതീക്ഷിക്കുകയും പരലോകത്തെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുള്ളത് എന്ന് ഖുർആൻ അനുസ്മരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തായിരിക്കും? കാരുണ്യമാണ്, സ്നേഹമാണ്, ആളുകളോടുള്ള ദയയാണ്, സഹാനുഭൂതിയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉജ്ജ്വലമായ വശമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പറയുന്നുണ്ട്,
വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എല്ലാ വിഭാഗം ആളുകൾക്കും, ലോക ജനതക്ക് മുഴുവൻ തന്നെ കാരുണ്യമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത് എന്നാണ്. ഈ കാരുണ്യത്തെ നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്നും നമ്മളോട് ഇടപഴകുന്ന ആളുകൾ, അത് മാതാപിതാക്കളാകട്ടെ, നമ്മളുടെ സഹോദരങ്ങളാകട്ടെ, നമ്മുടെ അയൽപക്കക്കാരാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അവരോടൊക്കെ കാരുണ്യം പൊഴിയുന്ന ഒരു സ്വഭാവത്തോടു കൂടെയായിരിക്കണം വിശ്വാസി ജീവിക്കേണ്ടത് എന്നുള്ള സന്ദേശമാണ് അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. മാതാപിതാക്കളോടുള്ള ബന്ധം ഖുർആൻ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ എന്നാണ്. നിങ്ങൾ മാതാപിതാക്കൾക്ക് താഴ്ത്തിയിട്ട് കൊടുക്കണം, വിരിച്ചിട്ട് കൊടുക്കണം. എന്താണത്? വളരെ മനോഹരമായ ഒരു ഉദാഹരണം ഖുർആൻ അതിനോട് ചേർത്ത് പറയുകയാണ്. എളിമയാലുള്ള, കാരുണ്യത്താലുള്ള എളിമയുടെ, വിനയത്തിൻ്റെ ചിറകുകളാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വിരിച്ചു കൊടുക്കേണ്ടത് എന്നാണ്. നമ്മളെല്ലാവരും മക്കൾ തന്നെയാണ്. നമ്മളിൽ അധികം പേരും മാതാക്കളോ പിതാക്കളോ ആയിരിക്കാം. പക്ഷെ അതിനേക്കാളേറെ നമ്മൾ ഓരോരുത്തരും മക്കളാണ്. ഈ മകൻ തൻ്റെ മാതാപിതാക്കളോട് ചെയ്യേണ്ടുന്ന കാരുണ്യത്തിൻ്റെ പ്രധാനമായ ഭാഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ചിറകാണ് ഉണ്ടാകുക എന്ന് നമുക്കറിയാം, പക്ഷികൾക്കാണ്, പറവകൾക്കാണ്. ഒരു തള്ളപ്പക്ഷി എങ്ങനെയാണോ അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാരുണ്യം കൊണ്ട് അതിൻ്റെ ചിറകുകൾ ഒരു തണലായി, സുരക്ഷയായി വിരിച്ചു കൊടുക്കുന്നത്, അതേപോലെ മാതാപിതാക്കൾ അവർ അവശരാകുന്ന സമയത്ത്, പ്രത്യേകിച്ചും അവർ വാർദ്ധക്യത്തിലേക്ക് ഒരാളോ രണ്ടാളോ അവർ ഇരുവരും അടുക്കുന്ന സമയത്ത് മക്കൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനമായ ഉത്തരവാദിത്തം ഈ സ്നേഹവും കാരുണ്യവുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു തന്നെ കാരുണ്യവാനാണ്. റഹ്മാനും റഹീമുമാണ് അള്ളാഹു എന്നാണ് നമ്മൾ ഓരോ ദിവസവും ആവർത്തിച്ച് ഓർമ്മിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, റഹീമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ കാരുണ്യവാന്റെ, കരുണാനിധിയുടെ, എനിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കരുണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അള്ളാഹുവിൻ്റെ പേരിലാണ് ഞാൻ ജീവിതം ആരംഭിക്കുന്നത് എന്നാണ്. എൻ്റെ സകല പ്രവർത്തനങ്ങളും ഞാൻ തുടങ്ങുന്നത് ഈ അള്ളാഹുവിൻ്റെ പേരിലാണ് എന്നാണ്. അപ്പോൾ പടച്ച തമ്പുരാൻ കാരുണ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലും കാരുണ്യവാനാണ്. ഖുർആൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ്, അദ്ദേഹം തൻ്റെ അനുയായികളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് വളരെ വിശദമായി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എന്ന് പറയുന്നത്, അദ്ദേഹം ഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, അദ്ദേഹം മലക്കല്ല, ജിന്നല്ല, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റസൂലിനെ അയച്ചിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് നിന്നാണ് ഈ റസൂൽ വന്നിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സവിശേഷത ഇങ്ങനെയാണ്, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നതാണ്, പ്രയാസമുണ്ടാകുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും പ്രയാസമായിട്ടുള്ളത് എന്നാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കാർക്കും, നമ്മളിൽ ഒരാൾക്കും വിഷമമുണ്ടാകരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് ആഗ്രഹമുണ്ട്. മാത്രമല്ല, ഹരീസുൻ അലൈക്കും, മനുഷ്യരോട് അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും വലിയ താല്പര്യമാണ്. അവർ ഒരു തരത്തിലും പ്രയാസപ്പെട്ടുകൂടാ, പ്രത്യേകിച്ചും പരലോക ജീവിതത്തിൽ അവർക്കൊരിക്കലും തന്നെ വിഷമങ്ങൾ ഉണ്ടായിക്കൂടാ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നുണ്ട്. നബി ഒരു ഹദീസിൽ വിവരിക്കുന്നുണ്ട്, ആളുകൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച്. എന്താണത്? തിന്മകളിൽ നിന്നും ആളുകളെ മാറ്റി ഏതൊക്കെ നന്മയുടെ കേന്ദ്രങ്ങളുണ്ടോ അവിടേക്ക് അടുപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് മതത്തിൽ പ്രവർത്തിക്കുന്ന, വിശ്വസിക്കുന്ന
ആളുകൾക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ്. ഒരേ വെളിച്ചം കാണുമ്പോൾ എങ്ങനെയാണോ ഈച്ചകളും പാറ്റകളും ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് വരുന്നത്, ഇതേപോലെ ആളുകൾ തിന്മയിലേക്ക് അടുത്തുകൂടും. എവിടെയൊക്കെ ദോഷത്തിന്റെ തിന്മയുടെ അംശങ്ങളുണ്ടോ അവിടെ എപ്പോഴും ആളുകളുടെ തിക്കും തിരക്കും ഉണ്ടാകുമെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ആളുകളെ അവിടെ നിന്നും പിടിച്ചു വലിക്കുകയാണ്. തിന്മയുടെ കേന്ദ്രങ്ങളിൽ നിന്നും നന്മയുടെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ ഉത്തരവാദിത്തം തന്നെയാണ് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്കും ചെയ്യാനുള്ളത് എന്നാണ്. നമ്മൾ ആളുകളെ സത്യത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ ജനങ്ങളോട്, ഈ സമൂഹത്തോട് പ്രതിപത്തി ഉണ്ടായിത്തീരേണ്ടത്, താല്പര്യമുണ്ടായിത്തീരേണ്ടത്. ഹരീസുൻ അലൈക്കും, അള്ളാഹുവിന്റെ റസൂലിന് നമ്മളോട് അല്ലെങ്കിൽ നിങ്ങളോട് ഏറ്റവും വലിയ താല്പര്യമാണുള്ളത്. മാത്രമല്ല റഊഫുൻ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് പ്രത്യേക താല്പര്യമുണ്ട്. നബി ദയയോടുകൂടെയാണ്, കാരുണ്യത്തോടുകൂടെയാണ് അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സവിശേഷമായ വ്യക്തിത്വത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലും കാരുണ്യമാണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഖുർആനും അങ്ങനെ തന്നെയാണ്. ഇത് കാരുണ്യത്തിന്റെ വേദഗ്രന്ഥമാണ്. കാരുണ്യമാണ് ഇതിലെ മുഖ്യമായ ഒരു സന്ദേശമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ആ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ. അത് വിശുദ്ധ ഖുർആനിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞ ഒരു സന്ദേശമാണ്. ആളുകൾ നരകാവകാശികളായിക്കൂടാ, അവരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള വിശ്വാസകാര്യങ്ങളാണ്, ആചാരാനുഷ്ഠാനങ്ങളാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥം എന്ന് പറയുന്നതും കാരുണ്യത്തിന്റെ ഗ്രന്ഥമാണ്. മൊത്തത്തിൽ ഇസ്ലാം, അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഈ ജീവിത രീതിയാകുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അത് തന്നെ കാരുണ്യമാണ് എന്നാണ്. ദീനുർ റഹ്മ, കാരുണ്യത്തിന്റെ മതമാണ്. സഹോദരങ്ങളെ, അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യമാണ് എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കാരുണ്യത്തിന്റെ വേദഗ്രന്ഥമാകുന്നു. അതേപോലെ തന്നെ ഇസ്ലാം മൊത്തത്തിൽ നമുക്ക് ഈ കാരുണ്യമാണ് ഒരു സന്ദേശമായി നൽകിയിട്ടുള്ളത് എന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് സന്ദേശങ്ങൾ ജീവിതത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജനങ്ങളോട് മാത്രമല്ല, മൃഗങ്ങളോടും പക്ഷികളോടും ജീവിക്കുന്ന നമ്മൾ ബന്ധപ്പെടുന്ന പരിസ്ഥിതിയോടും എല്ലാറ്റിനോടും വളരെ കാരുണ്യത്തോടുകൂടെ മാത്രമേ ഒരു വിശ്വാസി സമീപിക്കാൻ പാടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. യുദ്ധാവസരത്തിൽ പോലും നിങ്ങൾ അകാരണമായി ഒരു തരത്തിലുള്ള മർദ്ദന പ്രവർത്തനങ്ങളും നിങ്ങൾ നടത്താൻ പാടില്ല. റസൂലിന്റെ സന്ദേശങ്ങളിൽ വളരെ പ്രധാനമാണ്. ഒരിക്കൽ ഒരു യുദ്ധവേളയിൽ ആളുകൾ ആവേശത്താൽ അവിടെയുള്ള ശത്രുക്കളുടെ കുട്ടികളെയും അതുപോലെ തന്നെ അബലരായ അവിടുത്തെ സ്ത്രീകളെയും കൊന്നുവെന്നറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേങ്ങിക്കരഞ്ഞ അനുഭവം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ചിലർ ചോദിക്കുകയുണ്ടായി, റസൂലെ, ആ കുട്ടികൾ മുതിർന്ന് വലുതായി വരുമ്പോൾ അവർ നമുക്കെതിരാകുകയില്ലേ? അതുപോലെ അവിടുത്തെ കുട്ടികളുടെ ഉമ്മമാർ അവർ വീണ്ടും ഇത്തരത്തിലുള്ള ജന്മം നൽകില്ലേ എന്നൊക്കെയായിരുന്നു ചില ആളുകൾ റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് പ്രതികരിച്ചിട്ടുള്ളത്. നബി ആ ധാരണയെ തിരുത്തുകയാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ യുദ്ധത്തിൽ ആളുകളെ ആവേശം കാരണമായി, പ്രത്യേകിച്ചും കുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും വധിച്ചു കളയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തതായി കാണാൻ സാധിക്കും. എന്നിട്ട് പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ ആളുകളോടും ഈ തരത്തിലുള്ള പെരുമാറ്റമായിരിക്കണം നടത്തിക്കൊണ്ടിരിക്കേണ്ടത്. എങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം, ആകാശത്തിലുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുകയുണ്ടായി. ലാ യർഹമുല്ലാഹ് അല്ലദീ ലാ യർഹമുന്നാസ്, ജനങ്ങളോട് കാരുണ്യം ചൊരിയാത്ത ഒരാൾക്ക്
അള്ളാഹു കാരുണ്യം ചൊരിയും എന്ന് വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ വളരെ പ്രധാനമായ കാര്യങ്ങളായിട്ടാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ തന്നെയാണ്. കാരുണ്യത്തിൻ്റെ ഒരുപാട് രംഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ പഠിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയ സമയത്ത് നബിക്ക് സങ്കടം അദ്ദേഹത്തിന് മറച്ചുവെക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് സഅദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ് മാ ഹാദാ, എന്താണിത് റസൂലേ എന്നാണ് ചോദിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്, പ്രവാചകനാണ്, നിങ്ങൾ കരയുകയാണോ എന്നാണ് ചോദിച്ചത്. നബി അതിന് പ്രതികരിച്ചത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അല്ല സഅദ്, ഹാദിഹി റഹ്മ, ഇത് കാരുണ്യമാണ്. ഖദ് ജഅലല്ലാഹു അലാ ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാരുണ്യത്തെ അവൻ്റെ അടിമകളിൽ നിക്ഷേപിച്ചതാണ്. അതാണ് ഈ കാരുണ്യം, ഈ സ്നേഹം കണ്ണീരായി സങ്കടമായി പുറത്തേക്ക് വരുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഒരു അറാബിയുടെ മുമ്പിൽ വെച്ച്, ഗ്രാമീണനായ ഒരു സാധാരണ വിശ്വാസിയുടെ മുമ്പിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടികളെ എടുത്ത് ചുംബിക്കുന്നത്, ഉമ്മ വെക്കുന്നത് കണ്ടപ്പോൾ ആ ഗ്രാമീണനായ അറബി പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്, റസൂലേ, എനിക്ക് 10 മക്കളുണ്ട്, പക്ഷേ നിങ്ങൾ താലോലിക്കുന്നത് പോലെ ഒരാളെയും ഞാൻ താലോലിച്ചില്ല, എനിക്കതിന് നേരമില്ല, ഞാൻ ഇത് പ്രകടിപ്പിക്കാറില്ല എന്നാണ് പറഞ്ഞത്. നബിയുടെ തിരിച്ചുള്ള ചോദ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ മനസ്സിൽ നിന്നും കാരുണ്യം അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ അംശമില്ലെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. സഹോദരങ്ങളെ, എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടെയുള്ള ഈ പെരുമാറ്റത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മദീനയിൽ നിന്നും മക്കയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു വേളയിൽ, ആ വേളയെ സംബന്ധിച്ച് നമുക്കറിയാം, മക്ക ജയിച്ചടക്കുന്ന ഒരു ദിവസമാണ്. ഫതഹു മക്ക എന്നാണ് അതിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ ദിവസം ഒരു മാർച്ച് പാസ്റ്റ് പോലെ, ഒരു പ്രകടനം പോലെ ആയിരക്കണക്കായ വിശ്വാസികൾ അവർ കഅബാലയത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ സന്തോഷത്താൽ ചില ആളുകൾ അവിടെയുള്ള അവരുടെ ദൃഷ്ടിയിൽപ്പെട്ട ഒരു ചെറിയ ഒരു മരത്തിൻ്റെ ചില്ലയിലുള്ള പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ സമയത്ത് ഈ പക്ഷിക്കുഞ്ഞുങ്ങളെ തേടി അതിൻ്റെ തള്ളപ്പക്ഷി ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, റുദ്ദു വലദഹ ഇലൈഹ, ആ തള്ളപ്പക്ഷി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ്. സന്തോഷമുണ്ടെന്ന് കരുതി ഈ ആനന്ദവേളയിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ആ കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂട്ടിൽ തന്നെ കൊണ്ടുപോയി വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒരുപാട് രംഗങ്ങളുണ്ട്. നമ്മളുടെ വീടുകളിൽ നമ്മൾ തുടങ്ങണം. നമ്മളുടെ അയൽപ്പക്കത്തേക്ക് നമ്മളത് പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും നമ്മൾ ഇടപഴകുന്ന മേഖലകളിലും നമ്മളുടെ കച്ചവട സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും ഒക്കെ തന്നെ ഈ തരത്തിലുള്ള സ്നേഹത്തെ, വിശ്വാസത്തിൻ്റെ മൂശയിലുള്ള അടിസ്ഥാനത്തിലുള്ള ഈ സ്നേഹത്തെ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. ലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ് ലൻഫദ്ദു മിൻ ഹൗലിക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറയുകയാണ്, റസൂലേ, നിങ്ങളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വഭാവമെങ്ങാനും ആളുകൾക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ ഒരാളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശത്തിലേക്ക് കിട്ടുകയില്ലായിരുന്നുവെന്നാണ്.
ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകുമെന്നാണ് ഖുർആൻ പറയുന്നത്. ആളുകൾ നബിയോടടുക്കുകയില്ല, നബിയുടെ ആദർശത്തെ അവർ ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ നബിയുടെ സ്നേഹമാണ് ജ്വലിച്ചു നിന്നിട്ടുള്ള നബിയുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഭാഗമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഖുർആൻ ആണയിട്ട് പറഞ്ഞിട്ടുള്ളത്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ ഏറ്റവും മഹത്തരമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് ഖുർആൻ അല്ലാഹു നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാനുള്ള കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പെരുമാറ്റ മര്യാദകൾ തന്നെയാണ്. സഹോദരങ്ങളെ, ഈ തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ രൂപത്തിൽ നബിയെ ഇഷ്ടപ്പെടുകയും നബിയെ സ്നേഹിക്കുകയും നബിയുടെ വ്യക്തിത്വം എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുകയും ചെയ്യും എന്നുള്ള ഒരു തീരുമാനമാണ് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ നമുക്ക് എടുക്കാനുള്ളത്. അല്ലാഹുവിൻ്റെ പ്രവാചകനിലാണ് നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിൻ്റെ പ്രവാചകനിലാണ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയുള്ളത്. ആ മാതൃക അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്ന ആളുകൾക്കുള്ളതാണ്, പരലോകത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ്, അല്ലാഹുവിനെ കൂടുതലായി ഓർക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ തീരുമാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ, മുത്തഖികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും പെരുമാറ്റത്തെയും സംബന്ധിച്ച് ഓർക്കുന്ന സന്ദർഭത്തിലായിരുന്നു നമ്മൾ ഇന്നലെ ഒരു പാലിയേറ്റീവ് ദിനം ലോകാടിസ്ഥാനത്തിൽ ഈ ലോകം ആഘോഷിച്ചിട്ടുള്ളത്. സാന്ത്വന ദിനം എന്നാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് പറയാറുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ച കാരുണ്യവും സ്നേഹവും ഒക്കെ തന്നെ നമ്മൾ മനസ്സിൽ അടക്കി നിർത്തേണ്ടവരല്ല, നേരെ മറിച്ച് ഭൂമിയിൽ അതാവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകമായ ഒരു ദിവസമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാന്ത്വന ദിനം ഉണ്ടായിട്ടുള്ളത്. നേരെ മറിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ, ഓരോ ദിവസവുമുള്ള ജീവിതത്തിലും ഈ തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുമായി, കാരുണ്യ പ്രവർത്തനങ്ങളുമായി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ചും കണ്ണീർ വറ്റിയ ബന്ധങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന പുതിയ ചുറ്റുപാടിൽ നമ്മൾ ഓരോരുത്തരും അണുകുടുംബത്തിലേക്ക് ചുരുങ്ങി വരുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കാരുണ്യത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ള സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അറിയിച്ചതുപോലെ, ഒരാൾ മൻ നഫസ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു ഖുർബഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഈ ലോകത്ത് കഷ്ടപ്പെടുന്ന ഒരാളുടെ വിഷമങ്ങൾ ഒരാൾക്ക് തീർക്കാൻ സാധിക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ വെച്ച് അവൻ്റെ ഒരുപാട് പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കുമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ അറിയിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ നമ്മളുടെ വീട്ടിൽ തന്നെ മാറാ രോഗവുമായി കഷ്ടപ്പെടുന്ന, ജീവിതം തള്ളി നീക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ വീടുകളിൽ തന്നെയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമ്മളുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മളുടെ അയൽപ്പക്കങ്ങളിലുണ്ട്. അവരെ തേടി നമ്മൾ വളരെ ദൂരെ യാത്ര ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് സാന്ത്വന ചികിത്സ നടത്തുക എന്നുള്ളത്, ഒരു സ്നേഹസ്പർശം, ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു തലോടൽ നമ്മൾ നടത്തുക എന്നുള്ളത്
നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരിക്കണം. വിശ്വാസി അങ്ങനെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ഒരു പ്രയാസം അനുഭവപ്പെടുന്ന ഒരാളുടെ പ്രയാസം ലഘൂകരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ മൻ യസ്സറ അലാ മുഅസ്സിരിൻ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പ്രയാസപ്പെടുന്ന ഒരാളുടെ പ്രയാസത്തെ എളുപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒരു സംശയവുമില്ല, നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് എളുപ്പം പ്രദാനം ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഈ ഹദീസിൽ പറയുന്നു, അത് ഒരുപക്ഷെ മരണാനന്തര ജീവിതത്തിലേക്ക് നമ്മൾ ബാക്കിയാക്കേണ്ടതില്ല, ഇവിടെ നിന്നും ലഭിക്കുമെന്നാണ്. യസ്സറല്ലാഹു ലഹു ഫിദ്ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് അല്ലാഹു അത് നൽകുമെന്നാണ്. പിന്നീട് ബാക്കിയുള്ളത് ശാശ്വതമായ അതിൻ്റെ പ്രതിഫലം നൽകുന്നത് പരലോകത്ത് വെച്ചായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഒരാളുടെ നഗ്നത മറക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് നിങ്ങൾ വസ്ത്രമാണ് കൊടുക്കുന്നതെങ്കിൽ പടച്ചതമ്പുരാൻ നാളെ പിറ്റേന്ന് പരലോകത്ത് വെച്ച് നിങ്ങൾക്ക് അല്ലാഹു വലിയ സൗകര്യങ്ങൾ, വസ്ത്രമടക്കമുള്ള സൗകര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു സംശയവും വേണ്ട, വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, പടച്ചതമ്പുരാൻ എപ്പോഴും നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? നമ്മൾ ഓരോരുത്തരും മറ്റൊരാളെ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകിയിട്ടുള്ള നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മളുടെ ആരോഗ്യം കൊണ്ട്, നമ്മളുടെ സന്മനസ്സുകൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ശാരീരികമായി സഹായിക്കാൻ സാധിക്കും, മാനസികമായി അവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും, സാമ്പത്തികമായി പണം നൽകി നമുക്കവരെ ഒരുപാട് സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതാണ്. ലോക പാലിയേറ്റീവ് ദിനത്തിൽ നമ്മളിൽ ഒരുപാട് ആളുകൾ ഈ തരത്തിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും കൂടെ നമ്മൾ ഓർക്കുകയാണ്. വളരെ ഉൾക്കാഴ്ചയുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, ഈ ഭാഗത്ത് ചിന്തിച്ചിട്ടുള്ള ആളുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകൾക്ക് വളരെ ക്രിയാത്മകമായ രൂപത്തിൽ തന്നെ, വളരെ തന്ത്രപരമായ, അതേപോലെ തന്നെ വളരെ യുക്തിഭദ്രമായ രൂപത്തിൽ പ്ലാനുകൾ ആവിഷ്കരിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ മലബാറിലുടനീളം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാന്ത്വന പ്രവർത്തനങ്ങൾ എന്നുള്ള രൂപത്തിൽ മലപ്പുറം ജില്ലയിലെയും മറ്റും പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ചിന്തിക്കുകയും ഇങ്ങനെ ഈ മാർഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ, മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ്. ആരാരും സഹായിക്കാനില്ലാത്ത ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് നമ്മളോട് സംസാരിക്കുന്ന ചില വാചകങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ വളരെ നേരത്തെ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. അല്ലാഹു ചോദിക്കുമത്രേ, മനുഷ്യ, ഞാൻ ഭൂമിയിൽ രോഗിയായി കിടന്നിട്ട് എന്തുകൊണ്ട് നീ എന്നെ സന്ദർശിച്ചില്ല? നമ്മുടെ പ്രതികരണമുണ്ടാകുമത്രേ, അല്ലാഹുവേ, നീയാണല്ലോ സ്രഷ്ടാവ്, റബ്ബുൽ ആലമീനാണല്ലോ നീ, നിനക്കെന്തിനാണ് ചികിത്സയുടെ ആവശ്യം? അപ്പോൾ അല്ലാഹു പ്രതികരിക്കുന്ന ഒരു മറുപടിയുണ്ട്, അത് നമ്മളെ ശ്രദ്ധിപ്പിക്കേണ്ടതാണ്. ഞാനെന്നുള്ളത് ഉദ്ദേശിച്ചത് നിന്റെ നാട്ടിലുള്ള ഒരു രോഗിയാണ്. ആ രോഗിയെ സന്ദർശിക്കാത്തത് കാരണമായി എന്നെ അവഗണിച്ചതിൻ്റെ ഫലമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അല്ലാഹു മറുപടി പറയുമത്രേ. വീണ്ടും അല്ലാഹുവിൻ്റെ ചോദ്യമുണ്ട്, ഞാൻ വിശന്നപ്പോൾ എന്തുകൊണ്ട് നീ എനിക്ക് ഭക്ഷണം നൽകിയില്ല? നമ്മളോട് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. നമ്മൾ പറയുമത്രേ, പടച്ചതമ്പുരാനെ, നീയാണല്ലോ ഭക്ഷണം നൽകുന്നത്, നീ റബ്ബുൽ ആലമീനാണല്ലോ, നിനക്ക് എന്തിനാണ് ഭക്ഷണമെന്ന്? അല്ലാഹുവിൻ്റെ മറുപടി ഉണ്ടാകുമത്രേ, ഞാനെന്ന് പറഞ്ഞാൽ നിന്റെ
നിന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ട ഒരുപാട് ആളുകൾ നിന്റെ സമൂഹത്തിൽ തൊട്ടരികിലുണ്ടായിരുന്നു എന്നാണ്. അവർക്ക് ഭക്ഷണം നൽകാത്തത് എനിക്ക് ഭക്ഷണം തരാത്തതിന് തുല്യമായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അള്ളാഹു വീണ്ടും പറയുമത്രേ, എനിക്ക് വസ്ത്രം ആവശ്യമുണ്ടായിരുന്നു, എന്തുകൊണ്ട് നീ തന്നില്ല എന്ന്. നമ്മൾ പറയുമത്രേ, പടച്ച തമ്പുരാനെ, നീയാണല്ലോ റബ്ബുൽ ആലമീൻ, നിനക്ക് എന്തിനാണ് ഈ വസ്ത്രത്തിൻ്റെ ആവശ്യമെന്ന്. അള്ളാഹു പറയുമത്രേ, വസ്ത്രം ആവശ്യമുള്ള ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ടായിരുന്നു, അവരെ ശ്രദ്ധിക്കാത്തതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്. സഹോദരങ്ങളെ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ആവശ്യക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അവരിലേക്ക് എത്താൻ നമുക്ക് ഈ തരത്തിലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചും റസൂലിനെ സംബന്ധിച്ചുമുള്ള നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ഓർമ്മകൾ ആ വഴിക്ക് എത്തിക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും യഥാർത്ഥ അടിയാറുകളിൽ, ഭക്തന്മാരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട്ടെ തന്നെ വളരെ പ്രമുഖമായ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് ആളുകളുടെ ബന്ധുക്കൾ ഇന്നും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും നമ്മളുടെ കാരുണ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ അവരോട് കരുണ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെയും അംശമെന്ന് പറയുന്നത്. പടച്ച തമ്പുരാനെ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ കോഴിക്കോട്ടെയും മറ്റ് ആശുപത്രികളിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർ ഞങ്ങളുടെ ബന്ധുക്കളാണ്, ഞങ്ങളുടെ അടുത്ത ആളുകളാണ്. അവരുടെ രോഗം ശിഫയാക്കി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അള്ളാഹുവേ നീ അവരെ തിരിച്ച് കൊണ്ടുവരണമേ. സഹോദരങ്ങളെ, ഇന്നേ ദിവസം നമ്മൾ എടുക്കുന്ന പിരിവ് ദഅവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഈ പള്ളി കേന്ദ്രമാക്കി നടത്തുന്ന ദഅവത്ത് പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഇന്ന് പണം നൽകുന്നത്. അങ്ങനെ എല്ലാ നന്മയിലും സഹകരിക്കാൻ നമ്മൾ തയ്യാറാകുക. അതിൻ്റെയൊക്കെ പ്രതിഫലം പടച്ച തമ്പുരാൻ നമുക്ക് ആഖിറത്തിൽ പ്രദാനം ചെയ്ത് നമ്മളെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷമം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് പടച്ച തമ്പുരാനെ അവസാനം ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിച്ചു പിരിയാൻ നീ ഞങ്ങൾക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പടച്ച തമ്പുരാനെ നിന്റെ ഏറ്റവും അടുത്ത അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ജീവിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി അവശത അനുഭവിക്കുന്ന ആളുകളുണ്ട്, മാനസികമായി വിഷമിക്കുന്ന ആളുകളുണ്ട്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ദൂരീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ ഞങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികൾ, അവരിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളുണ്ട്, ഞങ്ങളുടെ മക്കൾ തന്നെയുണ്ട്. അള്ളാഹുവേ, അവരെയൊക്കെ നീ നിന്റെ സ്വർഗത്തിൽ നീ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒന്നിച്ച് കഴിയാൻ അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം.